ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ മകൾ കിം ജൂയെ തോക്കുപയോഗിച്ച് വെടിവെക്കാൻ പരിശീലിക്കുന്ന ചിത്രങ്ങൾ പുറത്ത്. രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. കിമ്മിന് ശേഷം മകളായിരിക്കും അടുത്ത ഭരണാധികാരി എന്ന ചർച്ചകൾക്ക് ഇതോടെ കൂടുതൽ പ്രചാരം ലഭിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി പുറത്തുവിട്ട ചിത്രങ്ങളിൽ ലെതർ ജാക്കറ്റ് ധരിച്ച ജൂയെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് റേഞ്ചിൽ തോക്കിന്റെ സ്കോപ്പിലൂടെ ലക്ഷ്യം നോക്കി വെടിയുതിർക്കുന്നതായി കാണാം. തോക്കിൻ കുഴിയിലൂടെ പുകയുയരുന്നതും ചിത്രത്തിൽ വ്യക്തമാണ്. കിമ്മും മകളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടികളിൽ സ്ഥിരമായി ധരിക്കാറുള്ള ലെതർ ജാക്കറ്റാണ് ധരിച്ചിരിക്കുന്നത്. ഉത്തരകൊറിയൻ രാഷ്ട്രീയത്തിൽ അധികാരത്തിന്റെ പ്രതീകമായാണ് ഈ ജാക്കറ്റിനെ വിലയിരുത്തപ്പെടുന്നത്. ഈ ആഴ്ച നടന്ന പാർട്ടി കോൺഗ്രസിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള സൈനിക പരേഡിലും ജൂയെ സജീവമായി കിം പങ്കെടുപ്പിച്ചിരുന്നു. പുതിയ ആയുധങ്ങളും ഉത്തരവാദിത്തങ്ങളും മുതിർന്ന പാർട്ടി നേതാക്കൾക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും കിം പുതിയ സ്നൈപ്പർ റൈഫിളുകൾ സമ്മാനമായി നൽകി. ഉദ്യോഗസ്ഥരെ തനിക്ക് എത്രത്തോളം വിശ്വാസമാണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ഉത്തരകൊറിയൻ വാർത്താ ഏജൻസി പറയുന്നത്. തുടർന്ന് നടന്ന ഷൂട്ടിംഗ് പരിശീലനത്തിലാണ് മകൾക്കൊപ്പം കിം പങ്കെടുത്തത്. ജൂവെ പിൻഗാമിയായി നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ പോങ്യാങ് ആരംഭിച്ചതായി ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ മാസം തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആയുധങ്ങൾ, രാഷ്ട്രഭരണം എന്നിവ കൈകാര്യം ചെയ്യാനുള്ള ജൂവി കഴിവ് പ്രദർശിപ്പിക്കുന്നതിലൂടെ കൃത്യമായ ഭരണാധികാര പരിശീലനം നേടുകയാണെന്നാണ് ദക്ഷിണ കൊറിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കൊറിയൻ സ്റ്റഡീസ് മുൻ പ്രസിഡന്റ് യാങ് മൂജിൻ നിരീക്ഷിക്കുന്നത്. അതേസമയം കിമ്മിന്റെ സഹോദരി കിയോ ജോങ്ങിനെ പാർട്ടിയുടെ ജനറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായി നിയമിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി ജനറലിന് തുല്യമായ പദവിയാണ് ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പതിറ്റാണ്ടുകളായി പേക്തു രക്തപരമ്പര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിം കുടുംബമാണ് ഉത്തര കൊറിയ ഭരിക്കുന്നത്. കിം ജൂയെ രാജ്യത്തെ ചില ഉന്നത പരിപാടികളിൽ പിതാവിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് പിന്തുടർച്ച സംബന്ധിച്ച ചർച്ചകളുടെ ആക്കം കൂട്ടി. 2022 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സൈനിക ചടങ്ങിലാണ് കിജു ആദ്യമായി പിതാവിനൊപ്പം ഔദ്യോഗികമായി ഒരു വേദിയിലെത്തിയത്. കിം ജോങ് ഉന്നിന്റെ കുടുംബത്തെക്കുറിച്ച് പുറം ലോകത്തിന് ലഭിക്കുന്ന അപൂർവം വിവരങ്ങളിലൊന്നായിരുന്നു അത്. ഇപ്പോൾ കിം ജോങ് മകളെ അവകാശിയായി തിരഞ്ഞെടുക്കുന്നു എന്ന വാർത്തകൾ ചില ചാര ഏജൻസികളാണ് പുറത്തുവിട്ടത്. എന്നാൽ കിജുവിന്റെ പ്രായം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പോലും ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. കിമ്മിന് എത്ര മക്കൾ ഉണ്ട് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. എങ്കിലും പല കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 3 മക്കളിൽ രണ്ടാമത്തെയാളാണ് കിം ജുവെ എന്ന് പറയപ്പെടുന്നു. പിതാവിനൊപ്പമുള്ള പൊതുപരിപാടികളിലൂടെ അടുത്ത കാലത്ത് ശ്രദ്ധ നേടുന്നതെങ്കിലും കിജുവിനെ കുറിച്ച് ആദ്യമായ ഒരു പരാമർശം ഉണ്ടാകുന്നത് 2013 അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരമായ ഡെന്നിസ് റോഡ്മാൻ ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പോങ്യാങ്ങിൽ നടത്തിയ വിവാദ സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു അത്. അന്നൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കിമ്മിന്റെ മകളായ ജൂയെ എടുത്തെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയോട് സംസാരിച്ചുവെന്നും ഡെന്നിസ് വെളിപ്പെടുത്തിയിരുന്നു. പിന്തുടർച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ടെങ്കിലും കാഴ്ചയിൽ ആരോഗ്യവാനായി തുടരുന്ന കിം ജോങ് എന്തുകൊണ്ടാണ് കൗമാരക്കാരിയായ മകളെ പിന്തുടർച്ച അവകാശിയായി തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. തീരുമാനം നടപ്പിലായാൽ 1948 മുതൽ ഇങ്ങോട്ടുള്ള ഉത്തര കൊറിയയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാവും കിം ജുവെ. എന്നാൽ ഉത്തര കൊറിയ പോലുള്ള ഒരു രാജ്യത്ത് ഒരു സ്ത്രീ അധികാരത്തിൽ വന്നാലും അവിടുത്തെ ജീവിതത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നുമുണ്ട്. സ്ത്രീകൾ നേതാക്കളായി വന്നാലും ഇന്നോളം തുടർന്നിട്ടുള്ള പരമ്പരാഗത ഭരണരീതി തന്നെയാവും പിന്തുടരാൻ സാധ്യത. കിം ജോങ് ഉന്നിന്റെ സഹോദരിയായ കിയോ ജോങ്ങിന്റെ നിലപാടുകൾ ഇതിനുള്ള ഉദാഹരണമാണ്. കിം ജോങ്ങിന്റെ ഏറ്റവും വിശ്വസ്തയായ അനുയായികളിൽ ഒരാളാണ് സഹോദരി കിം യോ ജോങ്. കിമ്മിനേക്കാൾ ക്രൂരയാണ് സഹോദരി എന്ന തരത്തിൽ നേരത്തെ വാർത്തകളും വന്നിരുന്നു. എന്നാൽ കൗമാരക്കാരിയായ മകളുമായുള്ള കിമ്മിന്റെ പരിപാടികളിലെ സാന്നിധ്യം സഹോദരി പിൻഗാമിയാകാനുള്ള സാധ്യതകളെ തള്ളുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ കിം ജോങ് ഉൻ തന്റെ ആദ്യത്തെ ബഹുരാഷ്ട്ര ഉച്ചകോടിക്കായി ചൈനയിൽ തന്റെ കവചിത ട്രെയിനിലെത്തിയപ്പോൾ മുതൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് കിമ്മിന്റെ മകൾ. കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് ഏറെ രഹസ്യ സ്വഭാവം നൽകിയ നേതാവാണ് കിം. അതിനാൽ തന്നെ കിം ജുവയുടെ കൃത്യമായ പ്രായം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തതയാണ്. കിം ജോങ് ഉന്നിനും ഭാര്യ റീ സോൾ ജുവിനും 3 കുട്ടികളുണ്ടെന്നും അതിൽ രണ്ടാമത്തെ കുട്ടിയാണ് ജൂവെ എന്നുമാണ് വർഷങ്ങളായി വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ കുട്ടികളുടെ കൃത്യമായ എണ്ണത്തെക്കുറിച്ചോ ക്രമത്തെക്കുറിച്ചോ നിശ്ചയമില്ല. വിവാഹം കഴിഞ്ഞ് കുറെ കാലത്തിനു ശേഷമാണ് അദ്ദേഹം ഭാര്യയെപ്പോലും പൊതുവേദിയിൽ പരിചയപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.